ഹായ് ഗൈസ്, അഹദ് ഹിയർ. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ കൂടെ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒരു തേർഡ് പേഴ്സൺ ക്യാരക്ടറിനകത്ത് FPP TPP സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കാനാണ്. ലൈക്ക് നിങ്ങൾ ഈ പബ്ജി മൊബൈലും പബ്ജി PC ഒക്കെ കളിച്ചിട്ടുള്ളവർക്ക് അറിയാനത് നമുക്ക് FPP TPP സ്വിച്ച് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ FPP TPP എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. FPP എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്, അതുപോലെ TPP എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഈ ഒരു അൺറിയൽ എഞ്ചിനിലെ തേർഡ് പേഴ്സൺ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു അൺറിയൽ എഞ്ചിൻ തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റിനകത്ത് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം തന്നെ ഞാനിവിടെ ഒരു തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അൺറിയൽ എഞ്ചിനിൽ ബ്ലൂ പ്രിന്റ് യൂസ് ചെയ്തിട്ട്. അതിനുശേഷം ഈ ഒരു തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റിനകത്ത് കണ്ടന്റ് ബ്രൗസറിൽ പോയിട്ട് ഒരു കണ്ടന്റ് ബ്രൗസറിൽ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നൊരു ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്ലൂ പ്രിന്റ്സ് കാണാൻ സാധിക്കും. ബ്ലൂ പ്രിന്റ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം BP തേർഡ് പേഴ്സൺ ക്യാരക്ടർ എന്ന് പറയുന്ന ബ്ലൂ പ്രിന്റ് ക്ലാസ് കാണാൻ സാധിക്കും. അതും ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇവൻറ്റ് ഗ്രാഫ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മളതിൽ ഇവൻറ്റ് ഗ്രാഫിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ആദ്യം നമ്മൾ വ്യൂ പോർട്ടിലേക്ക് പോവുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഈ ഒരു ഫോളോ ക്യാം എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ നെയിം നമുക്ക് ജസ്റ്റ് TPP എന്നായി കൊടുക്കുക. അതായത് തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ആണ് അത്. ഇനി നമുക്ക് ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ക്യാമറ വേണം. അതിന് ഈ ഒരു ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+C, അതിനുശേഷം ഈ ഒരു മെഷ് ക്യാരക്ടർ എന്നുള്ള ഒരു കമ്പോണൻറ്റിൽ പോയിട്ട് Ctrl+V ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യാമറ അവിടെ പേസ്റ്റ് ആവും. അതിനെ ഡ്രാഗ് ചെയ്ത് മെഷിൻ്റെ ചൈൽഡ് ആക്കുക. അതിനുശേഷം അതിനെ റീനെയിം ചെയ്തിട്ട് FPP എന്നാക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഈ ഒരു FPP ക്യാമിൻ്റെ പേരൻറ്റ് സോക്കറ്റിനെ നമ്മൾ ഹെഡ് ആക്കി കൊടുക്കണം. അതായത് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഹെഡ് ആക്കി കൊടുക്കണം അതിൻ്റെ പേരൻറ്റ് സോക്കറ്റ്. കാര്യം നമ്മൾ FPP അതായത് ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ് കളിച്ചിട്ടുള്ളവർക്കറിയാം, ആ ഒരു ക്യാം എപ്പോഴും വരുന്നത് നമ്മളുടെ ഒരു ഹെഡിൻ്റെ ഒരു ഭാഗത്തു നിന്നായിരിക്കും. അതായത് നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഈ ഒരു റിയൽ വേൾഡിൽ നമ്മളുടെ ബോഡി കാണുന്നത്, അതുപോലെയാണ് ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിനും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ഹെഡ് വെക്കുന്നത്. മറ്റേ ക്യാമറ നമ്മൾ കുറച്ച് ബാക്കിലേക്കായിരിക്കും, നമ്മളുടെ ബോഡി ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ക്യാമറ നമ്മൾ ഹെഡിനെ പേരൻറ്റ് സോക്കറ്റാക്കി വെച്ച് അതിനുശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ക്യാമിനെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കണം. അതിന് ഞാനിപ്പോൾ ജസ്റ്റ് ഇനി ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. 90 ഡിഗ്രി തന്നെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഹെഡിലേക്ക് മൂവ് ചെയ്യാം. അതിനുശേഷം ക്യാമിനെ കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് നീക്കാം. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കംഫർട്ടായിട്ടുള്ള രീതിയിൽ വെക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ഇവിടെയാണ് വെക്കുന്നത്. PP എന്ന് പറയുന്ന ഒരു ക്യാമറ കമ്പോണൻറ്റിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ പാനലിൽ വന്നിട്ട് യൂസ് പൗണ്ട് കൺട്രോൾ റൊട്ടേഷൻ എന്നുള്ളതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളുടെ ഈ ഒരു ക്യാമറ അതായത് നമ്മുടെ മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ നമ്മളുടെ ഒരു ക്യാമറ എങ്ങോട്ടാണോ ആ ഒരു ക്യാമറയുടെ പെർസ്പെക്റ്റീവ് പോകുന്നത് ആ ഒരു സൈഡിലേക്ക് തന്നെ നമ്മളുടെ പ്ലെയറും റൊട്ടേറ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് പൗണ്ട് കൺട്രോൾ റൊട്ടേഷൻ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിനുശേഷം ഇനി ഒരു കാര്യം ചെയ്യേണ്ടത്, ഇതിനകത്ത് ഓട്ടോ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് നമ്മൾ ഡിസേബിൾ ആക്കി കൊടുക്കണം നമ്മുടെ FPP ക്യാമറയ്ക്ക്. അതായത് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും FPPയിലല്ല ഉണ്ടാവുക, അപ്പോൾ തേർഡ് പേഴ്സണിലായിരിക്കും ഉണ്ടാവുക. തേർഡ് പേഴ്സണിൽ ആ ഒരു ഓട്ടോ ആക്ടിവേറ്റ് ഓൺ ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഓട്ടോ ആക്ടിവേറ്റ് ഓഫ് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തേർഡ് പേഴ്സണിൽ വരും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് FPPയിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി. അതിനാണ് നമ്മൾ ആ ഒരു ഓട്ടോ ആക്ടിവേറ്റ് ഓഫ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കിത് കമ്പൈൽ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവൻറ്റ് ഗ്രാഫിലേക്ക് തിരിച്ചു പോവുക. ഇവൻറ്റ് ഗ്രാഫിൽ പോയിട്ട് ഫ്രീ സ്പോട്ട് കണ്ടുപിടിക്കും. ഫ്രീ സ്പോട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കിവിടെ വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ഇൻപുട്ട് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഇതുവരെ നമ്മളുടെ ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു കസ്റ്റം ഇൻപുട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടോപ്പിൽ. അതിനുശേഷം പ്രൊജക്റ്റ് സെറ്റിംഗ്സിൽ പോവുക. പ്രൊജക്റ്റ് സെറ്റിംഗ്സിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻപുട്ട് കാണാൻ സാധിക്കും. ആ ഇൻപുട്ടിൽ പോയതിന് ശേഷം ആക്ഷൻ മാപ്പിംഗ് എന്ന് കാണാൻ സാധിക്കും. അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനൊരു നെയിം കൊടുക്കും. ഞാനിവിടെ FPP to TPP അല്ലെങ്കിൽ TPP to FPP എന്ന് കൊടുക്കുകയാണ് അതിൻ്റെ പേര്. അതിനുശേഷം ഏത് കീ ആണ് അതിന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ V സെലക്ട് ചെയ്തിടുന്നത്. നോർമലി മിക്ക PC ഗെയിംസിലും V ആണ് നമുക്ക് പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം ഞാൻ തിരിച്ച് നമ്മളുടെ ഇവൻറ്റ് ഗ്രാഫിൽ തന്നെ പോയതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് TPP to FPP എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു കസ്റ്റം ഇൻപുട്ട് ആക്ഷൻ നമുക്കിവിടെ കിട്ടും. അതിനുശേഷം ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡ് V എന്ന് വേണമെങ്കിലും എടുക്കാം. പക്ഷേ കുറച്ചും കൂടെ നമ്മളൊരു പ്രൊഫഷണൽ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഇൻപുട്ട് ആക്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു V എന്ന് വിളിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് ഒരു ഗെയിം ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. സോ നമ്മൾ അതുകൊണ്ടാണ് ഈ ട്യൂട്ടോറിയൽ തന്നെ ഇങ്ങനെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഈ ഒരു പ്രസിഡ് എന്നുള്ളതിൽ കണക്ഷൻ ഒരു ഡ്രാഗ് ചെയ്തിട്ടൊരു കണക്ഷൻ എടുക്കാം. അതിന് ഞാൻ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് കമ്പോണൻസിനകത്ത് നമുക്ക് ക്യാമറ ബൂമിൻ്റെ അണ്ടറിൽ നമ്മൾ TPP ക്യാം ഉണ്ട്, അതിനെ ഡ്രാഗ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്രാഞ്ച് കൊണ്ട് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി TPP ക്യാമിലാണോ അല്ലയോ എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നോക്കുന്നത്. ഇത് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഈസ് ആക്റ്റീവ് എന്നുള്ളൊരു നോഡുണ്ട്. ആ നോഡ് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു നോഡിനെയാണ് ഇവിടെ കണ്ടീഷനായിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു
കമ്പോണൻസിൻ്റെ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ FPP ക്യാമിനെ ഡ്രാഗ് ചെയ്ത് ഇവൻറ്റ് ഗ്രാഫിലേക്ക് ഇടാം. ആ ഒരു FPPയിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് സെറ്റ് ആക്റ്റീവ് എന്ന് പറയുന്നൊരു നോഡിനെ യൂസ് ചെയ്യും. അതായത് നമ്മളുടെ ആ ഒരു FPP ക്യാമിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റ് ആക്റ്റീവ് എന്ന് പറയുന്നൊരു നോഡ് യൂസ് ചെയ്യുന്നത്. കാര്യം ഈ ഒരു നോഡ് എപ്പോഴാണോ വർക്ക് ആവുന്നത് അപ്പോൾ നമ്മളുടെ FPP ക്യാമിലേക്ക് സ്വിച്ച് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് ഒന്നുകൂടെ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു രണ്ടാമത്തെ സെറ്റ് ആക്റ്റീവിനകത്ത് നമുക്ക് TPP ക്യാമിനെയാണ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു നോഡിൽ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം, ഈ ഒരു സെറ്റ് ആക്റ്റീവിലേക്ക്. അതിനുശേഷം ന്യൂ ആക്റ്റീവ് എന്നുള്ളത് ഇത് ടിക്ക് ചെയ്യാം. ഈ ഒരു TPPയിൽ അത് അൺടിക്ക് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രാഞ്ചിൽ നിന്നുള്ള ട്രൂ കണക്ഷൻ എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു FPP സെറ്റ് ആക്റ്റീവിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സെയിം തിങ് നമുക്ക് ഇതൊന്ന് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഫോൾസിൽ നിന്ന് നമുക്കൊരു കണക്ഷൻ ഇതിലേക്ക് എടുക്കാം. ഈ ഒരു നോഡ്സിനെ കുറച്ച് താഴേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു രണ്ട് അതായത് TPP FPP താഴത്തെ നിന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു FPPനെ ഇങ്ങോട്ട് കൊണ്ടുവെക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ടാർഗറ്റ് അതിനെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു TPPയിൽ നിന്നും താഴത്തെ സെറ്റ് ആക്റ്റീവിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഫസ്റ്റിലത്തെ സെറ്റ് ആക്റ്റീവ് എന്നുള്ളതിന് നമുക്ക് അൺടിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു TPPനെ സെറ്റ് ആക്റ്റീവ് ചെയ്യാനുള്ളതിന് ന്യൂ ആക്റ്റീവും കൊടുക്കാം. ഈ ഒരു ഫസ്റ്റിലെ ഉള്ള സെറ്റ് ആക്റ്റീവിൻ്റെ രണ്ടാമത്തെ സെറ്റ് ആക്റ്റീവിൽ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് സെറ്റ് കൺട്രോൾ റൊട്ടേഷൻ യവ് എന്നുള്ള ആ ഒരു നോഡ് നമുക്ക് എടുക്കാം. അതിനുശേഷം അതിനെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതിനു ശേഷം താഴത്തെ നോഡിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്തതിനു ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ടുള്ളത് TPPയിലാണ്, അതായത് തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലാണുള്ളത്. ഇവിടെ കീബോർഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇതിന് മുന്നേ കുറച്ച് വീഡിയോസ് അൺറിയൽ എഞ്ചിൻ്റെ ബേസിക് ട്യൂട്ടോറിയൽസിനെ കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് മനസ്സിലാവും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.